അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന 5ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ 2 നാമങ്ങളെക്കുറിച്ചാണ്. നമ്മളിൽ അധിക ആളുകൾക്കും പരിചയമുള്ള, നമ്മൾ പലപ്പോഴും പറയാറുള്ള 2 നാമങ്ങൾ, അർ-റഹ്മാനുർ റഹീം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ഈ 2 നാമങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ 57 തവണ അർ-റഹ്മാൻ എന്നും 114 തവണ അർ-റഹീം എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമ്മൾ ആരംഭിക്കുന്നത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ആരംഭിക്കുമ്പോൾ നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഈ 2 നാമമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നമ്മൾ പറയുന്ന നാമം ഈ 2 നാമമാണ്. അതേപോലെ തന്നെ കത്തെഴുതേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമം അതേതാണ്? റഹ്മാനുർ റഹീമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 സമയങ്ങളിലാണ് പൂർണ്ണമായിക്കൊണ്ട് ബിസ്മി ചൊല്ലേണ്ടത്, നമുക്കറിയാം. അത് ഒന്ന് കത്തെഴുതുമ്പോഴാണ്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട നാമം ഏതാണ്? അർ-റഹ്മാനുർ റഹീം എന്ന നാമമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് അത് ഖുർആനിലെ ആയത്താണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കുറേ പണ്ഡിതന്മാർ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി ആയത്തായി പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഖുർആനിലെ 1ാമത്തെ ആയത്ത് ഏതാണ്? ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ്. ആ പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷപ്രകാരം വിശുദ്ധ ഖുർആനിലെ 1ാമത്തെ ആയത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ഈ 2 നാമങ്ങൾ ഉള്ള ആ ആയത്താണ് 1ാമത്തെ ആയത്ത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ബിസ്മി വിശുദ്ധ ഖുർആനിലെ ആയത്തല്ല, അത് സൂറത്തുകളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായിക്കൊണ്ടാണ് വേറെ ചില പണ്ഡിതന്മാർ അതിനെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. എന്തായാലും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള, നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട 2 നാമങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനുമാണ്, റഹീമുമാണ് എന്ന നാമം. എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്? 1ാമത്തെ കാര്യം, എന്താണ് അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 2ാമത്തെ ഒരു വിഷയം, എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ റഹ്മത്ത് ലഭിക്കാനുള്ള പ്രാർത്ഥനകളുണ്ടോ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാൻ വല്ല ദുആകളുമുണ്ടോ? ഈ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 2 നാമങ്ങൾ, അള്ളാഹുവിൻ്റെ 2 നാമമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. എന്താണ് ഈ 2 നാമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ തഫ്സീറുകളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇപ്പോൾ ഫാത്തിഹയിലെ ആയത്താണ് അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ, അല്ലെ, റഹ്മാനും റഹീമുമായ. കാരുണ്യവാനാണ്, കരുണയെ നിധിയായി സൂക്ഷിക്കുന്നവനാണ്. ഈ 2 നാമങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ 2 നാമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ
ആ റഹ്മത്ത് ആർക്കൊക്കെയുണ്ട്? എല്ലാവർക്കുമുണ്ട്. അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് എല്ലാ ആളുകൾക്കുമുണ്ട്. അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും അവന് വഴിപ്പെടാത്തവർക്കും അവൻ റഹ്മത്ത് ചൊരിയുന്നുണ്ട്. അപ്പം അള്ളാഹു പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, വറഹ്മതി, എൻ്റെ റഹ്മത്ത് വസിഅത് കുല്ല ഷൈ, എല്ലാത്തിനും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ആ റഹ്മത്ത് എല്ലാ ആളുകൾക്കും ലഭിക്കുന്നത്? നോക്കൂ, നിങ്ങളൊരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ തആല കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖൽ ഖൽഖ് ഇന്ന റഹ്മതി സബഖത് ഗളബി. എൻ്റെ കോപത്തെ എന്ത് മറികടന്നിട്ടുണ്ട്? റഹ്മത്ത് മറികടന്നിട്ടുണ്ട്. കോപത്തേക്കാൾ അള്ളാഹുവിനുള്ളത് എന്താണ്? റഹ്മത്താണ്. ആ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതെന്ത് ലഭിക്കുന്നുണ്ട്? ആർക്ക് ലഭിക്കുന്നുണ്ട്? അത് അള്ളാഹുവിനെ അനുസരിച്ചവർക്കുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുണ്ട്. എല്ലാവർക്കും ആ റഹ്മത്ത് ലഭിക്കുന്നുണ്ട്. ഉദാഹരണം, ഉപജീവനം, റിസ്ഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് ആർക്കാണ് ലഭിക്കുന്നത്? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണോ? അല്ല. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്ക് റിസ്ഖുണ്ട്, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്കും, ഒരുപക്ഷെ അംഗീകരിക്കുന്നവരെക്കാൾ കൂടുതൽ റിസ്ഖ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ലഭിക്കുന്നുണ്ട്. മഴയുള്ളത് മുസ്ലിങ്ങളായ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു പ്രദേശത്ത് അല്ല, എല്ലാവർക്കും മഴ ലഭിക്കുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. വായു ലഭിക്കുന്നത് എല്ലാവർക്കുമാണ്. അതേപോലെ തന്നെ അങ്ങനെയുള്ള റഹ്മത്തുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതാർക്കാണ്? അതെല്ലാവർക്കും ലഭിക്കും. അള്ളാഹുവിനെ അനുസരിച്ചവർക്കുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കാത്തവർക്കുണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്കുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവർക്കും, മതവിശ്വാസികൾക്കും മതനിഷേധികൾക്കും തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ആരാണ്? അവൻ കരുണ ചെയ്യുന്നവനാണ്, എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല രാവും പകലും സംവിധാനിച്ചു. അത് ആർക്കൊക്കെ ലഭിക്കുന്നുണ്ട്? വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനു ഫീഹാ വലിതബ്തഗു മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. എന്തിനാ അല്ലാഹു രാവും പകലും സംവിധാനിച്ചത്? രാത്രിയെ വിശ്രമമാക്കി, അല്ലേ? രാത്രിയെ നമുക്ക് ഉറങ്ങാനുള്ള സമയമാക്കി തന്നു. പകലിനെ നമുക്ക് ജീവിത മാർഗങ്ങൾ, ജീവിക്കാനുള്ള വഴികൾ തേടാനുള്ള, റിസ്ഖ് തേടാനുള്ള സംവിധാനമാക്കി തന്നു. ഇത് ആർക്കൊക്കെയാണ്? എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായി? രാത്രി വിശ്വാസികൾക്ക് മാത്രം അല്ല, എല്ലാവർക്കും രാത്രിയുണ്ട്. സൂര്യൻ്റെ പ്രകാശം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്, ചന്ദ്രൻ്റെ നിലാവ് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള ചൂട് കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാം. അവിടെ വിശ്വാസം പരിഗണിക്കുന്നില്ല. അപ്പം അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്യുന്നു? അവൻ എല്ലാവരോടും റഹ്മത്ത് കാണിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഫൻദുർ ഇലാ ആഥാരി റഹ്മത്തില്ലാഹ് കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 50-ാമത്തെ ആയത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ നോക്കൂ. ഫൻദുർ, നിങ്ങൾ നോക്കുക. എന്താ നോക്കുക? അള്ളാഹുവിൻ്റെ ഇലാ ആഥാരി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ നോക്കൂ. ഭൂമി നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അവന് അതിന് ജീവൻ നൽകിയത് എന്ന്. അപ്പം നോക്കൂ, നിങ്ങൾ ഭൂമിയെ ജീവിപ്പിച്ചു. ഭൂമിയിൽ സസ്യങ്ങളുണ്ട്, വെള്ളമുണ്ട്, എല്ലാമുണ്ട്. ഈ റഹ്മത്ത് എല്ലാവർക്കും ലഭിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഉമ്മയെ ചൂണ്ടി ഒരു സംഭവം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും, ഒരിക്കൽ ഒരു സൈന്യത്തെ, ഒരു ബന്ദികളായ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബന്ദികളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു സ്ത്രീ വരികയാണ്, ഒരു ഉമ്മ വരികയാണ്. ആ ഉമ്മ വരുന്നത് എന്താണ്? അവരുടെ കുട്ടിയെ അന്വേഷിച്ചാണ് വരുന്നത്. ആ കുട്ടിയെ അവർക്ക് ലഭിക്കുന്ന സമയത്ത് നബി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ മുലകുടി പ്രായത്തിലുള്ള ചെറിയ കുട്ടി, ആ കുട്ടി അത് തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പം അവർ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും അവരത് ചെയ്യുകയില്ല. ആ കുട്ടിയെ ലഭിക്കുമ്പോൾ ആ ഉമ്മാൻ്റെ സന്തോഷം എത്രയായിരിക്കും? ആ സന്തോഷമുള്ള സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഇല്ല നബിയെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ എന്നാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മയേക്കാൾ, ആ ഉമ്മ തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന കരുണയേക്കാൾ തൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നവനാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിശ്വാസികളോട് എന്ത് ചെയ്യും? റഹ്മത്ത് നൽകുന്നവനാണ്. അപ്പോൾ ആ റഹ്മത്ത് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ റഹ്മത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖാസായ റഹ്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുണ്ട്. അതെന്താണ്? യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അള്ളാഹു പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ പ്രത്യേകം കരുണ കാണിക്കുന്നു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മറ്റേത് എല്ലാവർക്കുള്ള റഹ്മത്താണ്, എല്ലാവർക്കും ലഭിക്കുന്ന റഹ്മത്താണ്. എന്നാൽ ഇതോ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരോട് അവൻ എന്ത് ചെയ്യുന്നു? പ്രത്യേകം കരുണ കാണിക്കുന്നു. എന്നിട്ട് പറഞ്ഞു വല്ലാഹു ദൂ ഫദ്ലിൻ അലീം, അള്ളാഹു അങ്ങേയറ്റം മഹത്തായ അനുഗ്രഹം നൽകുന്നവനാകുന്നു. എന്താണ് ഈ റഹ്മത്ത്? ഈ റഹ്മത്ത് ആർക്കാണ് ലഭിക്കുക? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ പറഞ്ഞു ഐ ബിനുബൂവതിഹി വഹിദായതിഹി. എന്താണ് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത്? അതാർക്ക് ലഭിക്കുന്നതാണ്? അത് അള്ളാഹു പ്രത്യേകം ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുന്നൊരു കാര്യമാണ്. നുബൂവത്ത് ലഭിച്ചതായിരിക്കാം എല്ലാ മനുഷ്യന്മാരും നബിമാരാണോ? അല്ല, അള്ളാഹു പ്രത്യേകമായി ഉദ്ദേശിച്ച ആളുകൾക്ക് ലഭിച്ച ഒരു റഹ്മത്താണ്, ഒരു അനുഗ്രഹമാണ് നുബൂവത്ത് എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ, അവരെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ തെരഞ്ഞെടുത്തു. അവർ പ്രത്യേകമായ റഹ്മത്തിന് പാത്രീഭൂതരായ ആളുകളാണ്, ആ റഹ്മത്ത് ലഭിച്ച ആളുകളാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഹിദായത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് എന്ത് ചെയ്യും? അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ലമ്മ നസലത്ത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. ഈ ആയത്തിറങ്ങിയ സമയത്ത്, അള്ളാഹുവിൻ്റെ ഈ റഹ്മത്ത് എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയ സമയത്ത് പിശാച് ചോദിക്കുന്നത്, ഞാൻ ആ റഹ്മത്തിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന രംഗം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം, ആർക്കാണ് അള്ളാഹുവിൻ്റെ ഖാസായ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കുക? ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. ആർക്കാ? സകാത്ത് കൊടുക്കുന്നവർക്കാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കാണ്. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ആർക്കാ ലഭിക്കുക? അത് തഖ്വയുള്ള ആളുകൾക്കാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരം സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, റഹ്മത്ത് തന്നെ എന്തുണ്ട്? രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റഹ്മത്ത് എല്ലാവർക്കും ലഭിക്കുന്ന റഹ്മത്ത്. അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും, എല്ലാവരോടും. നേരത്തെ നമ്മൾ പറഞ്ഞു, വിശ്വസിച്ചവർ, വിശ്വസിക്കാത്തവർ, മതനിഷേധികൾ, ആർക്കും എല്ലാവർക്കും അത് ലഭിക്കും. അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു, വെള്ളവും മഴയും അതേപോലെ തന്നെ സൂര്യൻ്റെ വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്ന ഹിദായത്താണ്. അതേതാ? അത് ഹിദായത്താണ്. മനസ്സിലായില്ലേ? ഹിദായത്താണ്. അത് ആർക്കാ ലഭിക്കുക? അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അതേപോലെ തന്നെ തഖ്വയോടുകൂടെ ജീവിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന പ്രത്യേകമായ എന്തുണ്ട്? റഹ്മത്തുണ്ട്. മനസ്സിലായില്ലേ? മഹാനായ ഫുളാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ഒരു സൈന്യത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാണ്. ഒരു സൈന്യത്തിൻ്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവരെന്ത്, ഒരു കോട്ടയെ അവർ ഉപരോധിച്ചു. ആ സമയത്ത് അവരുടെ അടുക്കൽ അവരിങ്ങനെ അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിലാണ്, ഒരു കോട്ടയെ ഉപരോധിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോഴുണ്ട് ഒരു മനുഷ്യൻ, അയാൾ ഓടി വരികയാണ് ഇവരുടെ സമീപത്തേക്ക്. അയാൾ ഓടി വരികയാണ്, ആ കോട്ടയുടെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് ഒരാൾ ഓടി വരികയാണ്. അയാൾ ഓടി വന്നിട്ട്, അപ്പോൾ ഈ ആളുകൾ ആശ്ചര്യപ്പെട്ടു, മുസ്ലിങ്ങളായ ആളുകൾ ഇവർ ആശ്ചര്യപ്പെട്ടു. ആ വരുന്ന മനുഷ്യന് ആയുധമൊന്നുമില്ല അയാളുടെ അടുക്കൽ. അയാൾ ഓടി വരികയാണ്. അയാൾ ഓടി വന്നിട്ട് പറയുന്നത്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്നാണ്, എനിക്ക് മുസ്ലിം ആകണം എന്നാണ് പറയുന്നത്, മുസ്ലിം ആകണമെന്ന്. അപ്പോൾ മഹാനായ ഫുദാല അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ആകുന്നത്? എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അകൽതുൽ ബാരിഹത ലഹ്മൽ ഖിൻസീർ, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ വയറ് നിറയെ പന്നിമാംസം കഴിച്ച ആളാണ്. വശരിബ്തു ഖംറൻ, അതേപോലെ തന്നെ നന്നായി മദ്യപിച്ച ആളാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. എൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. അയാൾ എന്ത് ചെയ്തു? എൻ്റെ വയറ് ശുദ്ധീകരിച്ചു. വയറിൽ നിന്ന് ആ മാംസവും അതേപോലെ തന്നെ ആ മദ്യവും ഒക്കെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞ് അദ്ദേഹം എന്നെ ശുദ്ധീകരിച്ചു. അതേപോലെ തന്നെ എൻ്റെ അടുക്കലേക്ക് 2 സ്ത്രീകൾ വന്നു. ആ സ്ത്രീകൾ വന്നിട്ട് എന്നോട് പറഞ്ഞ വാചകം എന്താ? മുസ്ലിം ആകണമെന്ന് പറഞ്ഞു.
അത് ഇന്നലെ രാത്രി സംഭവിച്ച കാര്യമാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതാ രാവിലെ ഞാൻ ഓടി വരുമ്പോൾ നിങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്ത് പറയുന്നത്, എനിക്ക് മുസ്ലിം ആകണമെന്ന് പറയുന്നത്. മുസ്ലിം ആകണമെന്ന് പറയും. ഇവരാരാ? ഈ ഫുദാലയും സംഘവും അവരാ കോട്ടയെ ഉപരോധിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇയാൾ വന്നിട്ട് പറയുന്നത്. അപ്പം എന്ത് ചെയ്തു? എങ്ങനെയാണ് മുസ്ലിം ആകേണ്ടത് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ കെലിമ അദ്ദേഹം ചൊല്ലി. അദ്ദേഹം കെലിമ ചൊല്ലി. ആ സമയത്ത് അദ്ദേഹം കെലിമ ചൊല്ലിയ സമയത്ത് ആ കോട്ടയുടെ ഉള്ളിൽ നിന്ന് ശത്രുക്കൾ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. ആ കല്ല് ഈ മനുഷ്യന്റെ പിരടിയിൽ കൊള്ളുകയും അയാൾ എന്ത് ചെയ്തു? അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. ആ സമയത്ത് മഹാനായ ഫുദാല പറയുന്നത്, ഫഖാല ഫുദാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. അമല ഖലീലൻ, വളരെ കുറച്ച് പ്രവർത്തിച്ചു. വഅജ്റ കസീറൻ, ധാരാളമായി കൊണ്ട് എന്ത് ചെയ്തു? നന്മകൾ നേടിയ മനുഷ്യൻ. എന്നിട്ട് അവർ പറയും, സ്വല്ലു അലാ അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ. ഫസല്ലൈനാ അലൈഹി സുമ്മ ദഫന്നാഹു ഫീ മൗഖിഫിനാ വസിർനാ. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആ കോട്ടയുടെ സമീപത്ത് തന്നെ എന്ത് ചെയ്തു? അയാളുടെ മയ്യത്ത് ഞങ്ങൾ മറമാടുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, കഴിഞ്ഞ രാത്രിയിൽ മദ്യപിച്ച, കഴിഞ്ഞ രാത്രിയിൽ പന്നിമാംസം കഴിച്ച, നിഷിദ്ധങ്ങളിൽ മുഴുകിയ ഒരു മനുഷ്യൻ നേരം പുലർന്നപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അത് അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്ന റഹ്മത്താണത്, ഒരു സൗഭാഗ്യമാണത്. അയാൾ മുസ്ലിമായി. അയാൾ മുസ്ലിമായി എന്ന് മാത്രമല്ല, ആ മുസ്ലിമായ അതേ സ്പോട്ടിൽ അതേ സമയത്ത് എന്ത് ചെയ്ത് അയാൾ മരിക്കുകയാണ്. അയാൾ ഷഹീദാകാണ്. മനസ്സിലായില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്. അയാൾ നബിയോട് ചോദിക്കുന്നു, നബിയെ, ഞാൻ യുദ്ധത്തിന് പോകണോ, ഞാൻ മുസ്ലിം ആകണോ? ഞാൻ യുദ്ധത്തിന് പോകണോ, ഞാൻ മുസ്ലിം ആകണോ? അപ്പം നബി പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകൂ. എന്നിട്ട് നീ യുദ്ധത്തിന് പോയിക്കോ. അങ്ങനെ അയാൾ മുസ്ലിം, അയാൾ യുദ്ധത്തിന് പോയി, അയാൾ യുദ്ധത്തിൽ ഷഹീദായി. ആ സമയത്ത് നബി പറഞ്ഞ വാചകമാണെന്ത്? അമല ഖലീലൻ വഅജ്റ കബീറൻ എന്ന വാചകം ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അത് ഫുദാല റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അവൻ പ്രത്യേകമായ റഹ്മത്ത് കൊടുക്കും. അപ്പം റഹ്മത്ത് എന്തൊക്കെ മനസ്സിലാക്കി? അള്ളാഹു റഹ്മാനാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന കരുണുണ്ട്. അള്ളാഹു പ്രത്യേകമായി കൊടുക്കുന്ന ഹിദായത്തുണ്ട്. അത് റഹ്മത്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അതേപോലെ തന്നെ തഖ്വയുള്ള ആളുകൾക്ക്, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക്, വിശ്വാസികൾക്കായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക റഹ്മത്തുണ്ട്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു റഹ്മാനാണ് എന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി, കരുണയെ നിധിയായി സൂക്ഷിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കരുണയെ നിധിയായി സൂക്ഷിക്കുന്നവൻ. മുഅ്മിനുകളുടെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സമയത്ത് മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞു, വഅന്ന ലഹും ഇൻദല്ലാഹി തആല റഹ്മതൻ ഖാസ. മുഅ്മിനുകളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ റഹ്മത്തുണ്ട്. എന്താ അതിനുള്ള തെളിവായിക്കൊണ്ട് അവർ പറഞ്ഞു, ഖൗലിഹി തആല വകാന ബിൽ മുഅ്മിനീന റഹീമാ. വകാന ബിൽ മുഅ്മിനീന റഹീമാ. നോക്കൂ നിങ്ങൾ, അവിടെ പ്രയോഗിച്ച പ്രയോഗം റഹീമ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളായ ആളുകളോട് റഹീമായിരിക്കും, അവർക്ക് റഹ്മത്ത് ചൊരിയുന്നവനായിരിക്കും. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളായ ആളുകൾക്ക് പ്രത്യേകമായി കരുണയെ നിധിയായി കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ. അല്ലാഹു റഹ്മത്തിനെ നൂറ് റഹ്മത്തിനെ സൃഷ്ടിച്ചു, 100 റഹ്മത്തിനെ. എന്നിട്ട് എന്ത് ചെയ്തു? അതിലെ ഒരു റഹ്മത്ത് എന്ത് ചെയ്തു? ഈ ദുനിയാവിലേക്ക് അയച്ചു. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവ്വാം. അതാണ് മനുഷ്യരുടെ ഇടയിലും ജിന്നുകളുടെ ഇടയിലും മൃഗങ്ങളുടെ ഇടയിലും ഇവിടെയുള്ള ജീവജാലങ്ങൾക്കിടയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച റഹ്മത്തിൽ നിന്ന് അവൻ ഭൂമി ഇറക്കിയ ആ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, റഹ്മത്തുണ്ടല്ലോ, അതാണ് നമ്മൾ കാണുന്ന കരുണയൊക്കെ, നമ്മൾ കാണുന്ന റഹ്മത്തൊക്കെ അതാണ് ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത്. ഒരു തള്ളപ്പക്ഷി കോഴി അതിൻ്റെ കുഞ്ഞിനെ പരുന്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ കാണിക്കുന്ന ഒരു കരുണയുണ്ടല്ലോ, അത് റബ്ബ് നൽകിയ റഹ്മത്തിൻ്റെ ചെറിയ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? ഇന്ന് ലോകത്ത് എന്തൊക്കെ റഹ്മത്തുകൾ നമ്മൾ കാണുന്നുണ്ടോ, ആ റഹ്മത്തൊക്കെ എന്താ? അള്ളാഹു പടച്ച കരുണയിലെ 100-ലെ ഒരു അംശമാണ്, ഒരു ചെറിയ ഭാഗമാണ്. എന്നാൽ ആ ബാക്കിയുള്ളത് എന്താണ് ചെയ്യുന്നത്? വഅഖറല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ബാക്കിയുള്ള 99ഉം അവൻ്റെ അടിമകളായ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് അള്ളാഹു കരുതി വെച്ചിരിക്കുകയാണ്. ആ റഹീമായവൻ,
മനസ്സിലായോ? കരുണയെ നിധിയായി സൂക്ഷിക്കുകയാണ്, കരുണയെ നിധിയായി സൂക്ഷിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തു വേണം? ആ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു പറഞ്ഞു, ഖാല അല്ലാഹു ലിൽ ജന്ന, അള്ളാഹു സ്വർഗ്ഗത്തോട് പറഞ്ഞു, അൻതി റഹ്മതി അർഹമു ബിക മൻ അശാഉ മിൻ ഇബാദി, അൻതി റഹ്മതി, നീ എൻ്റെ റഹ്മത്താണ്. സ്വർഗ്ഗത്തോട് അള്ളാഹു പറഞ്ഞാണ്, നീ എൻ്റെ റഹ്മത്താണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? നിന്റെ അടുക്കലേക്ക് വരും. നരകത്തോടുള്ള പറഞ്ഞെന്താ? വഖാല ലിന്നാർ ഇന്നമാ അൻതി അദാബി, നീ എൻ്റെ അദാബാണ്, നീ എൻ്റെ ശിക്ഷയാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അധ്വാനിക്കണം. നബി പറഞ്ഞില്ലേ, ഒരാളും ഈ ദുനിയാവിൽ അവരുടെ അമല് കൊണ്ട് എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പ്രവേശിക്കില്ല, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ അവർ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകൻ നിങ്ങളോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും എൻ്റെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പിന്നെയോ നബി പറഞ്ഞു, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ. അപ്പൊ സ്വർഗം ലഭിക്കണമെങ്കിൽ അമലുകൾ മാത്രം പോരാ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകണം. അള്ളാഹു റഹ്മത്ത് കൊണ്ട് മൂടിപ്പൊതിയണം. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണം. ആ കാരുണ്യം ആർക്കാ ലഭിക്കുക? വിശ്വസിച്ചവർക്ക്, തഖ്വയുള്ളവർക്ക്, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക്, അവർക്ക് ആ റഹ്മത്ത് ലഭിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു റഹീമാണ് എന്ന് പറയുമ്പോൾ, നാളെ പരലോകത്ത് നമുക്ക് ഈ റഹ്മത്ത് ലഭിക്കണം, സ്വർഗമാകുന്ന റഹ്മത്ത് നമുക്ക് ലഭിക്കണം. അതിനെന്തു വേണം? അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. നോക്കൂ നിങ്ങൾ, റഹ്മത്ത് ലഭിക്കാനുള്ള വഴികൾ എന്താണെന്നറിയോ? റഹ്മത്ത് ലഭിക്കാനുള്ള വഴികൾ, ഒന്ന്, അള്ളാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ്. നല്ല വിശ്വാസികളാകുക. അപ്പം അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമുക്ക് റഹ്മത്ത് ലഭിക്കുന്നില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കാരണം എന്താ? നമ്മുടെ വിശ്വാസം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസം എന്താകണം? ശരിയാകണം. ഫഅമ്മല്ലദീന ആമനു ബില്ലാഹി വഅതസമു ബിഹി ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു വഫളലിൻ വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ. അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് അള്ളാഹുൽ വിശ്വസിക്കുകയും അവനെ മുറുകെ പിടിക്കുകയും ചെയ്തോ അവരെ തൻ്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും അവൻ പ്രവേശിപ്പിക്കുന്നതാണ്. വഅതസമു ബിഹി ഫസയുദ്ഖിലുഹും ഫീ റഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. ആരെ? വിശ്വാസമുള്ള ആളുകളെ. അതുകൊണ്ട് വിശ്വാസികളാവുക. നമ്മുടെ വിശ്വാസം ശരിയാവണം, അടിയുറച്ച വിശ്വാസികളാകണം. വികലമായ വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളാകണം. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് പ്രതിസന്ധികളിലും നമുക്ക് അള്ളാഹു മതി, ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതി എന്നുള്ള ചിന്ത ഉണ്ടാകണം. മനസ്സിലായില്ലേ? വനിഅമൽ വക്കീൽ, ബരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും നല്ലവൻ. കുട്ടിയില്ലേ, അള്ളാഹിനോട് ദുആ ചെയ്യണം. രോഗമുണ്ടോ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും നമ്മൾ ആരുടെ അള്ളാഹുവിനോട്. അങ്ങനെയുള്ള ആളുകളായാൽ, ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളായാൽ എന്തു ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് നമുക്ക് നൽകുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, റഹ്മത്ത് ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? വഅതീഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. വഅതീഉല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ ആരായേക്കാം? നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചേക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ജീവിതത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകളായി മാറുക, അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വയുള്ളവരാവുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ ആയാത്തുകളുണ്ട്, ആ ആയാത്തുകളിൽ വിശ്വസിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മൾ എന്ത് ചെയ്യുക? അനുധാവനം ചെയ്യുക. നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൃത്യമായി കൊടുക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള വഴിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ അല്ലദീന യത്തബിഊന അർ-റസൂല നബിയൽ ഉമ്മിയ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യമാകട്ടെ അത് എല്ലാ വസ്തുവിലും വിശാലമായിരിക്കുന്നു. എന്നാൽ സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യും? ആ കാരുണ്യം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. അപ്പം എന്ത് വേണം? തഖ്വയുള്ള ആളുകളാകണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ എന്ത് ചെയ്യണം? നിഷേധിക്കാൻ പാടില്ല, വിശ്വസിക്കണം. അതേപോലെ തന്നെ പ്രവാചകനെ പിൻപറ്റണം.
അതേപോലെ തന്നെ നമ്മൾ നമസ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം? അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അനുഗ്രഹം, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 24-ാം അധ്യായത്തിലെ 56-ാമത്തെ ആയത്താണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് റഹ്മത്ത് ലഭിക്കും. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറഞ്ഞു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും വിശ്വാസികൾക്ക്. വിശപ്പ്, മരണം, ബന്ധുക്കളുടെ മരണം, സമ്പത്തിലെ നഷ്ടം, അങ്ങനെ പലതും ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികൾ എന്തു പറയും? അല്ലദീന ഇദാ അസാബതുഹും മുസീബ, എന്തെങ്കിലും മുസീബത്തൊക്കെ ബാധിച്ചാൽ അവർ പറയുന്ന വാചകം എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, നിന്നിലേക്ക് തന്നെ മടങ്ങാനുള്ള ആളുകളാണ്. എന്നിട്ട് കേട്ടോ നിങ്ങൾ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും? അവർക്കത്രേ, ഈ ആളുകൾക്ക് അഥവാ ക്ഷമിക്കുന്ന ആളുകൾക്ക് അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാകുന്നു അള്ളാഹുവിൻ്റെ രക്ഷയും അതേപോലെ തന്നെ റഹ്മത്തും ലഭിക്കുക. ആർക്ക്? പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾ. മനസ്സിലായോ? അപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. വാവിട്ട് കരയാൻ പാടില്ല, ഉറക്കെ കരയാൻ പാടില്ല. തട്ടഹസിച്ച് കരയുന്ന ആളുകളുണ്ട്, മാറത്തടിച്ച് കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മരണം സംഭവിക്കും, ഒന്നും പാടില്ല. എന്നാൽ കണ്ണുകൾ കരയും, അത് റഹ്മത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശാലമായ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പ്രവേശിക്കുന്നില്ല. അതേപോലെ തന്നെ റഹ്മത്ത് ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ് ഖുർആൻ പഠിച്ച് ജീവിക്കുക എന്നുള്ളത്. ഖുർആൻ പഠിച്ചത് പിൻപറ്റി ജീവിക്കുക. എന്താ പറയുന്നത്? വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആനിൽ അല്ലാഹു പറയാണ്, 6-ാം അധ്യായം 155-ാമത്തെ ആയത്താണ്. എന്താണ്? ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ. ഇതേതാണ് ഈ ഖുർആൻ? എന്താണ് ഇത്? നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ്. അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. ആ ഖുർആനിനെ എന്ത് ചെയ്യണം? നിങ്ങൾ പിൻപറ്റണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. എന്താണ്? ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അപ്പോൾ ഖുർആൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഖുർആനോട് നോക്കൂ, നിങ്ങൾ ഖുർആൻ പഠിക്കണം, അത് പിൻപറ്റണം. അതേപോലെ തന്നെ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊക്കെ എന്തിനുള്ള വഴികളാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള വഴികളാണ്. ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നടത്തുക. ആ പാപമോചനം നടത്തിയാൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 27-ാം അധ്യായത്തിലെ 46-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. രഞ്ജിപ്പുണ്ടാക്കിയാൽ, സുൽഹ് ഉണ്ടാക്കിയാൽ, സുൽഹ് പറഞ്ഞാൽ എന്താ? സന്ധി ഉണ്ടാക്കുക. പ്രശ്നങ്ങളിലായ ആളുകൾ, ഇന്നമൽ മുഅ്മിനൂന യഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അള്ളാഹു പറയും, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാകുന്നു, അതിനാൽ നിങ്ങൾ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രഞ്ജിപ്പുണ്ടാക്കുക, യോജിപ്പുണ്ടാക്കുക. കുഴപ്പമുണ്ടാക്കല്ല, യോജിപ്പുണ്ടാക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. അപ്പോൾ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കാരുണ്യം ഉണ്ടാവില്ല, രഞ്ജിപ്പുണ്ടാക്കുന്ന ആൾക്കാർക്ക്. എന്താ രഞ്ജിപ്പ് എന്ന് പറഞ്ഞാൽ? രമ്യതയിലെത്തിക്കുക, പ്രശ്നങ്ങളെ പരിഹരിക്കുക. അതിന് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന വഴിയാണ്. അതേപോലെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ നമുക്ക് അള്ളാഹിൻ്റെ റഹ്മത്ത് ലഭിക്കും. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യുക? കരുണ കാണിക്കുക. അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ ഇർഹമു അഹ്ലൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യും? കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം എന്ത് വേണം? നമ്മൾ ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ കാണിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കൂല. ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ റഹ്മത്ത് ലഭിക്കാനുള്ള മറ്റൊരു വഴിയാണ് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം.
ഭാര്യ ഭർത്താക്കന്മാർ. എന്താണ്? തഹജ്ജുദിന് വേണ്ടി പ്രയത്നിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ദമ്പതികൾക്ക്, ഇണകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ഗുണമാണത്. ഭാര്യനെ രാവിലെ എന്ത് ചെയ്യാൻ വിളിച്ചുണർത്തണം, ഭർത്താവിനെ വിളിച്ചുണർത്തണം. എന്തിന്? തഹജ്ജുദ് നിസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഹിമല്ലാഹു റജുലൻ, റഹിമല്ലാഹു റജുലൻ, അല്ലാഹു ഒരാൾക്ക് റഹ്മത്ത് ചൊരിയും. എങ്ങനെയാണ്? ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖല ഇംറഅതഹു, അയാൾ എഴുന്നേറ്റു, അയാൾ തഹജ്ജുദ് നിസ്കരിച്ചു, രാത്രി നിസ്കരിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ നമസ്കരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വിളിച്ചുണർത്തുകയും ചെയ്താൽ അവർക്ക് റഹ്മത്ത് ഉണ്ടാകുന്നതാണ്, റഹ്മത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, റഹ്മത്ത് ലഭിക്കാനുള്ള ധാരാളം വഴികളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് നമ്മൾ പഠിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിനോട്, റഹീമായ റബ്ബിനോട് അവൻ്റെ റഹ്മത്ത് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മതപ്രബോധനം നടത്തുക എന്നുള്ളത് റഹ്മത്ത് ലഭിക്കാനുള്ള വഴിയാണ്. അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ആ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് പറഞ്ഞു. വിട്ടുവീഴ്ച കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ രണ്ട് നാമങ്ങൾ, അള്ളാഹു റഹ്മാനാണ്, അവൻ റഹീമാണ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുക? എന്നിട്ട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, നീ എന്ത് ചെയ്യണം? എന്നോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മഹാനായ ആദം നബിയുടെ പ്രാർത്ഥന, നൂഹ് നബിയുടെ പ്രാർത്ഥന, പലരും റബ്ബിൻ്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട് ദുആ നടത്തിയത് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയുടെ ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഈ രണ്ട് നാമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പറഞ്ഞതും ഇനി ധാരാളം കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.